പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമായി UAE-യിൽ അനുഭവപ്പെടുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഭരണാധികാരികളുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ ഇന്ത്യക്ക് ഒരുപാട് ഗുണമുണ്ടാക്കുന്നു. ഏറ്റവും അവസാനം ഖത്തറിൽ നമ്മളത് കണ്ടതാണ്. 8 നാവികരെയാണ് വധശിക്ഷയിൽ നിന്ന്, അതായത് തൂക്കുമരത്തിൽ നിന്ന് അവരെ ഇറങ്ങി വന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഇടപെടലും വിദേശകാര്യ വകുപ്പിൻ്റെ ഇടപെടലും ഇക്കാര്യത്തിലുണ്ടായി. ദ്വിദിന UAE സന്ദർശനം തുടരുന്നു. ഇന്ന് അദ്ദേഹം UAE-യിലെ അബുദാബിയിൽ പണിത ഹിന്ദു ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും നരേന്ദ്രമോദി പങ്കെടുക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനം UAE-യിൽ വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. അരുൺ പാറാട്ട് മറ്റു വിവരങ്ങൾ നൽകുന്നു ദുബായിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനം ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പ്രധാനമായും 2 പരിപാടികളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, രാവിലെ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ലോക സർക്കാർ ഉച്ചകോടി ദുബായ് മദീനത്ത് ജുമൈറയിലാണ് നടക്കുന്നത്. അതിൽ ഇന്ത്യ ഇത്തവണത്തെ അതിഥി രാജ്യമാണ്. അപ്പോൾ അതിൽ പങ്കെടുത്ത് സദസ്സിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ന് ഉച്ചയോട് കൂടിയാണ് അദ്ദേഹം ഇതിൽ പങ്കെടുക്കാനായി അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തുക. UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം വൈകിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത്. അത് അബുദാബി അബുമുറൈക്കയിലുള്ള BAPS ഹിന്ദു മന്ദിറിന്റെ സമർപ്പണമാണ്. ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ഇന്ന് പുലർച്ചെ തന്നെ തുടക്കമായിട്ടുണ്ട്. സ്വാമി മഹന്ത് മഹാരാജിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സമർപ്പണ ചടങ്ങുകൾ നടക്കുക. കേരളത്തിൽ നിന്ന് BJP നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, അതോടൊപ്പം തന്നെ KN രാധാകൃഷ്ണൻ, നടൻ സുരേഷ് ഗോപി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രമുഖർ ഈ ഒരു ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തും. ഇന്നലെയാണ് പ്രധാനമന്ത്രി SKN സൂചിപ്പിച്ചത് പോലെ തന്നെ UAE-യിൽ എത്തിയത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. തുടർന്ന് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI-യും അതോടൊപ്പം തന്നെ UAE-യുടെ AANI തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സുപ്രധാന കരാർ ഉൾപ്പെടെ ഇന്നലെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UAE-യിൽ റുപേ കാർഡ് സർവീസുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റും ചേർന്ന് ഇന്നലെ നിർവഹിച്ചു. പ്രവാസികളെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള തീരുമാനമാണ് ഇന്നലെ വന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ വിവിധ കരാറുകളിലും ഉഭയകക്ഷി നിക്ഷേപം, അതോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലുള്ള സഹകരണം ഉൾപ്പെടെയുള്ള നിരവധി കരാറുകളിലും ഇരു നേതാക്കളും ഇന്നലെ സാക്ഷ്യം വഹിച്ചു. ഒപ്പം അബുദാബിയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ നന്ദി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് നടന്ന അഖിലൻ മോദി എന്ന സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പ്രധാനമായിട്ടും ഇന്ത്യ UAE സൗഹൃദവും അതോടൊപ്പം തന്നെ പ്രവാസികളെ ചേർത്ത് പിടിച്ചുമുള്ള പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി ഇവിടെ അബുദാബിയിൽ വെച്ച് ഇന്നലെ നടത്തിയത്. അതോടൊപ്പം തന്നെ അടുത്ത തവണ അധികാരത്തിലെത്തിയാൽ 3ാം മോദി സർക്കാർ ഇന്ത്യയെ 3ാമത്തെ വികസിത സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിൽ ഇന്നലെ പറഞ്ഞു. 2047-ൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും പ്രധാനമന്ത്രി ഈ ഒരു പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മോദി ഗ്യാരണ്ടി, അതോടൊപ്പം തന്നെ വികസിത ഭാരതം എന്നീ മുദ്രാവാക്യങ്ങൾക്കൊപ്പം 3ാമത് മോദി എന്നുള്ള വിളംബരം കൂടിയായി മാറിയിരിക്കുന്നു അബുദാബിയിൽ പ്രധാനമന്ത്രി ഇന്നലെ പങ്കെടുത്ത അഖിലൻ മോദി പരിപാടി എന്ന് തന്നെ നമുക്ക് പറയാം. ഒപ്പം പ്രവാസികൾ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് മലയാളം ഉൾപ്പെടെയുള്ള 4 ഭാഷകളിലും പ്രധാനമന്ത്രി പറഞ്ഞു. അറബിയിലും അദ്ദേഹം ഇന്നലെ പ്രസംഗിച്ചു. പ്രവാസികളെ വലിയ തോതിൽ ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്നലെ നടന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി ആയ ശേഷം 7ാം തവണയാണ് നരേന്ദ്രമോദി UAE സന്ദർശിക്കുന്നത്. 8 മാസത്തിനിടെ പ്രധാനമന്ത്രി 3ാം സന്ദർശനമാണ് UAE-ലേക്ക് നടത്തുന്നത്. എന്തായാലും ഇന്നത്തെ പരിപാടികൾക്ക് ശേഷം വൈകിട്ടോടുകൂടി പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിക്കും. ഖത്തർ അമീറുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ GCC രാജ്യങ്ങളുമായി സൗഹൃദം വലിയ തോതിൽ ഊട്ടിയുറപ്പിക്കുന്ന സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേതായി പുരോഗമിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അരുൺ പാറാട്ട്.